യഥാർത്ഥത്തിൽ ഈ ഒരു മഹാദുരന്തം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട നിരവധി ജീവൻ പൊലിയുന്ന ഈ ദുരന്തം ഞാൻ വിശേഷിപ്പിക്കുക ഇതൊരു സർക്കാർ ഉൽപ്പന്നം എന്നാണ്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേരള ജനതയുടെ മുൻപിൽ കൊണ്ടുവന്ന ദുരന്തം അവർ സൃഷ്ടിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം ഇതാണ്, ആ കർഷകരോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾ കൂടെയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച 3 മണി മുതൽ അഡ്വക്കേറ്റ് ബിനോയിയും റോജർ സെബാസ്റ്റ്യനും ഉപവാസത്തിലാണ്. ഒരു പ്രതീകാത്മകമായി വെള്ളിയാഴ്ചത്തെ ആ 3 മണി എടുത്താൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തന്റെ ജീവിതവും ജീവിതത്തിന്റെ സമസ്തവും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മഹാത്യാഗിയുടെ വലിയ ആത്മബലിയുടെ ഓർമ്മയുടെ തിരുമണിക്കൂറാണ് വെള്ളിയാഴ്ച 3 മണി. നിരന്തരമായി മനുഷ്യരുടെ ജീവൻ പൊലിയുമ്പോൾ ഈ ദുരന്തം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സർക്കാർ ഉൽപ്പന്നം തന്നെയാണ്. ഇതിനൊരു അറുതി ഉണ്ടാകണം. ഇന്നത്തെ ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ ഈ ഉപവാസ സമരത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇതിൻ്റെ പിന്നിലുള്ള അവകാശങ്ങൾ, ആദർശങ്ങൾ കണ്ടില്ല എന്നടിക്കരുതെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അങ്ങ് ഡൽഹിയിലും വീണ്ടും കർഷകർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരുടെയും അവകാശങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരാണ് നമുക്കുള്ളത്. വിഴിഞ്ഞം സമരത്തിൻ്റെ അവസരത്തിൽ ഈ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ കുറേയധികം പേർ അവിടെ പോയി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഇതാണ്, ഇത് അവരുടെ അവകാശ സമരമായിരുന്നു. ഭവനങ്ങൾ കടൽ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ, കിടപ്പാടമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ, 4-5 വർഷമായി സിമന്റ് ഗോഡൌണിൽ കഴിയുവാൻ ഉള്ള അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം വലിച്ചിഴക്കുമ്പോൾ, സർക്കാർ തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളൊന്നും സന്ദർശിക്കാതെ ബന്ധപ്പെട്ടവർ ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാനാകും? അഡ്വക്കേറ്റ് ബിനോയിയെയും റോജർ സെബാസ്റ്റ്യനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഈ 50 മണിക്കൂർ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, അല്ല ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ത്യാഗമെടുത്തതിന്. ജനങ്ങളുടെ സുസ്ഥിതിയും വളർച്ചയും ഉറപ്പുവരുത്തേണ്ട സർക്കാരും മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവരുടെ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന അവസ്ഥ വന്നു ചേരരുത്. അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം. അല്ല, അപ്രകാരമുള്ള ഒരു ദുരന്തത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഉദാഹരണമായി പറയാൻ, കോഴിക്കോട് കക്കയത്ത് വെച്ച് ദാരുണമായി മരണപ്പെട്ട ആ എബ്രാഹിം എന്ന ആ സഹോദരനുണ്ടല്ലോ, അദ്ദേഹത്തെ ആക്രമിച്ച ആ വന്യമൃഗത്തെ വെടിവെച്ചു കൊള്ളണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ കോഴിക്കോടുള്ള DFOയും കളക്ടറും പറഞ്ഞത് എന്താണെന്നറിയാമോ? വെടിവെക്കാനുള്ള സാഹചര്യം ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ബന്ധപ്പെട്ടവർക്ക് ഈ പാവപ്പെട്ട കർഷകരുടെ കണ്ണീരും പ്രയാസവും സങ്കടവും ഒന്നും തിരിച്ചറിയുവാനാകുന്നില്ല. അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു. ചാലക്കുടിയിലെ ആദിവാസി കോളനിയിലെ ആ സാധു സ്ത്രീ വത്സ എന്ന ആ ആദിവാസി സ്ത്രീ പതിവ് പോലെ വനത്തിൽ പോയതാണ്. അവരുടെ ജീവൻ കാട്ടാന അപഹരിച്ചെടുത്തു. ഒരു കുടുംബത്തിലെ അമ്മ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ദുരന്തവും പ്രയാസവും അസ്വസ്ഥതകളും പ്രക്ഷുബ്ധമായ അവസ്ഥയും തിരിച്ചറിയുവാൻ പറ്റുന്ന മന്ത്രിയും ബന്ധപ്പെട്ടവരും ഇല്ലെങ്കിൽ എങ്ങനെ
അനുകൂലമായ സാഹചര്യം അവർക്ക് നടപടിയെടുക്കാൻ വരും. കഴിഞ്ഞ ദിവസമല്ലേ ഒരു വീട്ടമ്മ ഒരു കാട്ടുപന്നിയിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ അവസാനം അവരുടെ ഭവനത്തിൽ തന്നെ അടുത്ത് തന്നെയുള്ള ഒരു കിണറ്റിലേക്ക് വീണത്. 22 മണിക്കൂറാണ് ആ വീട്ടമ്മ ആ കിണറ്റിൽ കഴിയേണ്ടി വന്നത്. ആ വീട്ടമ്മയുടെ വിങ്ങലും വികുലതയും ആർക്ക് തിരിച്ചറിയാനാകും? ഇവിടുത്തെ സർക്കാർ ഇങ്ങനെ മരവിച്ച മനസാക്ഷിയോടുകൂടെ തുടരുകയാണെങ്കിൽ ഇവിടുത്തെ ജനം ഉണരുമെന്ന് നാം തിരിച്ചറിയണം. മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ, ഫെബ്രുവരി 10-ാം തീയതി ഞാനും വയനാട്ടിലുണ്ടായിരുന്നു. പള്ളിക്കുന്ന് അവിടുത്തെ ആ ദേവാലയത്തിൽ പോയതാണ്. അന്നാണ് മാനന്തവാടിയിലെ ആ അജീഷിന്റെ ജീവിതം നാം എല്ലാം വീഡിയോയിലൂടെ കണ്ടതല്ലേ. എത്ര ദാരുണമായിട്ടുള്ളൊരു അന്ത്യം. സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഓടി ചാടി എത്തിയപ്പോൾ ഇതാ ഗേറ്റ് ഭേദിച്ചുകൊണ്ടാണ് ആ കാട്ടാന വന്ന് ക്രൂരമായി ആ മനുഷ്യന്റെ ജീവൻ അപഹരിച്ചത്. ഇത് കേരളത്തിൽ ഒരു തുടർക്കഥയായി തീരുമ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. സമയബന്ധിതമായ നടപടികൾ ഈ നാട്ടിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ആന, കടുവ, പുലി എന്നിങ്ങനെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥതയിലേക്ക് അവർ പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇവയെല്ലാം വരുമ്പോൾ മയക്കവെടി വെച്ച് അവയെ തിരികെ ഉൾവനാന്തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം, തീരുമാനം എടുക്കേണ്ടത് ഈ കർഷകരും പ്രാദേശിക സംവിധാനങ്ങളുമായിരിക്കണം. അങ്ങനെയുള്ളൊരു നിയമം ഈ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും. അധികാരികൾ അനുവാദം തരട്ടെ, എന്നിട്ട് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നടപടിയെടുക്കാം എന്ന് തീരുമാനിച്ചാൽ എത്രയധികം ജനങ്ങളുടെ, മനുഷ്യരുടെ, സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക. മാത്രമല്ല, മറ്റ് കൃഷി മേഖലയെ നിരന്തരം നശിപ്പിക്കുന്ന, മനുഷ്യരുടെ ജീവന് എപ്പോഴും ഭീഷണിയായിരിക്കുന്ന മറ്റു മൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടുപന്നി. ഞാൻ ഇന്നലെ ഇവിടെ കാരക്കുണ്ട് പ്രദേശത്ത് പോയിരുന്നു. അവിടെ ഒരു പറ്റം മയിലാണ് ആ ഒരു കോൺവെന്റിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുള്ളത്. ആ സിസ്റ്റേഴ്സ് പിന്നീട് പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ട്, കാരണം വെള്ളം കിട്ടാനില്ല, ആ വെള്ളം ലഭിക്കുന്നതനുസരിച്ച് അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ആ പ്രദേശം മുഴുവൻ ഈ മയിലെല്ലാം വന്നിങ്ങനെ നിർദാക്ഷിണ്യം ഇങ്ങനെ നശിപ്പിച്ചു കളയുക. ഇതേപോലെ തന്നെ കുരങ്ങുകളുടെ ശല്യം. ഇങ്ങനെയുള്ള ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന മൃഗങ്ങളുടെയും ജീവികളുടെയും എല്ലാം തുരത്തുവാൻ, ഒരുപക്ഷെ അവർ നിരന്തരമായി ശല്യമാണെങ്കിൽ അവയെ ഉന്മൂലനം ചെയ്യുവാനുള്ള അവകാശം ആ കർഷകർക്ക് തന്നെ കൊടുക്കണം. ഈ അടുത്തിടെയുള്ള ചില കണക്ക് പരിശോധിച്ചാൽ 2017 മുതൽ 650 പേരുടെ ജീവനാണ് ഈ വന്യമൃഗങ്ങൾ അപഹരിച്ചത്. അതായത് 650 കർഷക കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് മേലിൽ ഇപ്രകാരമുള്ള ഒരു ദുരന്തം ഈ നാടിന് സംഭവിക്കരുതെന്ന് മുൻകൂട്ടി കരുതൽ കൊണ്ടാണ് അഡ്വക്കേറ്റ് ബിനോയും റോജർ സെബാസ്റ്റ്യനും ഇപ്രകാരം നിരാഹാരം കിടന്നത്. കാരണം നാട് മുഴുവൻ നിരാഹാരത്തിന്റെ അവസ്ഥയിൽ വരരുതല്ലോ. ഞാൻ ബിനോയോടും റോജറിനോടും ചോദിച്ചു, എന്താ ക്ഷീണിച്ചു? അവർ പറഞ്ഞു, ഇല്ല, ഈ ഒരു സമരപ്പന്തലിൽ മാറി മാറി പലരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊട്ടും ക്ഷീണമില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയ കിസാൻ മഹാസംഘിനോടും മറ്റ് ഇപ്രകാരം കേരളത്തിലെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരോടും ഈ കേരള സംസ്ഥാനം മുഴുവൻ പറയുന്നത് ഇതാണ്: ഞങ്ങൾ കൂടെയുണ്ട്.
ഈ കേരളത്തിലെ ജനതയെ തീറ്റിപ്പോറ്റുവാൻ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്ന ആ കർഷകരോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾ കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു മഹാദുരന്തം, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട നിരവധി ജീവൻ പൊലിയുന്ന ഈ ദുരന്തം, ഞാൻ അതിനെ വിശേഷിപ്പിക്കുക ഇതൊരു സർക്കാർ ഉൽപ്പന്നം എന്നാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ പോസ്റ്റർ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ടുണ്ട്. ഒരു സർക്കാർ ഉൽപ്പന്നമാണ് ഇത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേരള ജനതയുടെ മുൻപിൽ കൊണ്ടുവന്ന ദുരന്തം അവർ സൃഷ്ടിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം ഇതാണ്: ഇവിടുത്തെ ജനതയെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് കൃത്യമായ നിലപാടെടുക്കാതിരുന്നാൽ ഈ ഒരു ദുരന്തം അവർ തന്നെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇവിടെ നിഷ്കളങ്കർ മരിച്ചു വീഴുന്നു, നിരപരാധികൾ അവരുടെ ജീവൻ പൊലിയേണ്ടി വരുന്നു. നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ ഇതാ ജീവിതം മുന്നോട്ട് പോകാനാവാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇവിടെ മനുഷ്യർ ജീവിക്കണമെങ്കിൽ വന്യമൃഗങ്ങൾ കനിയണം. അതുപോലുള്ള ഒരവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും എല്ലാം വനം വകുപ്പ് മന്ത്രിമാർ തൊട്ടടുത്ത് ബന്ദിപ്പൂരിൽ സംബന്ധിക്കും. നമുക്കങ്ങനെ ഒരുമിച്ച് നിൽക്കാം, കർഷകരോടൊപ്പം നിലകൊള്ളാം. അവരോട് നമുക്ക് വ്യക്തമായി പ്രഖ്യാപിക്കാം: ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് വെറും വാക്കല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ അതിന് സാക്ഷ്യമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാം. ഈ ഒരു ഉപവാസ സമരം അങ്ങനെ വിജയപ്രദമായി തീരട്ടെ. ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പതിയട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഉപവാസ സമരത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.